ഹായ് ഓൾ, വെൽക്കം ടു കെ എസ് മെൻറ്റർ. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ 2024 പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. 2022 അവാർഡാണ്. അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ചോദിക്കുമ്പോൾ 2022 എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക. അപ്പോൾ 2022 റിലീസായ ചിത്രങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 2024 പ്രഖ്യാപിച്ച അവാർഡ് കൊടുത്തത്. അപ്പോൾ അതിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. എല്ലാവർക്കും കെ എസ് മെൻറ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 2022 എത്രാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 70ാമത് നാഷണൽ ഫിലിം അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ആ വർഷം ഓർത്തു വയ്ക്കുക. 70ാമത് ഫിലിം അവാർഡാണ് എന്ത് ചെയ്തത്, പ്രഖ്യാപിച്ചത്. ഈ അടുത്തായി പ്രഖ്യാപിച്ചത് 70ാമത് ഫിലിം അവാർഡാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. മലയാളത്തിന് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു ദേശീയ അവാർഡുകളിൽ ഒന്നാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. കാരണം മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആട്ടമാണ്. അതൊരു മലയാള ചിത്രമാണ് എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കാം. ആട്ടമാണ് മികച്ച ചിത്രമെന്ന് പറയുന്നത്. ഈ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും മികച്ച ചിത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആട്ടമാണ്. ആട്ടമാണ് ഏറ്റവും മികച്ച ചിത്രം. അടുത്തത് പറയാവുന്നത് ഏറ്റവും കൂടുതൽ 2022 ഒരുപാട് ചർച്ചയായതും അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉയർന്ന ഒരു ചിത്രമാണ് കാന്താര. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ഋഷഭ് ഷെട്ടിക്കാണ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അത് ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ കാന്താരയാണ്. കാന്താര നമുക്കറിയാം 2022 വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രമാണ് കാന്താര. കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത്. മികച്ച നടി, അവിടെയും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. മികച്ച നടിയെ സംബന്ധിച്ച് ആരാണ്? നിത്യ മേനോൻ തൃച്ചിന്തറമ്പലം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആർക്ക് കിട്ടി? നിത്യ മേനോൻ മലയാളത്തിലെ നടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിത്യ മേനോനാണ് കിട്ടിയത്. മറ്റൊരു നടി എന്ന് പറയുന്നത് മാനസി പരേഖാണ്. മാനസി പരേഖിന് കിട്ടിയത് കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. കച്ച് എക്സ്പ്രസ്, ഈ സിനിമയും കൂടെ ഓർത്ത് വയ്ക്കുക. ഈ സിനിമയിൽ ആർക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് അവാർഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നതാണ്. കച്ച് എക്സ്പ്രസ് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ആർക്ക് കിട്ടിയത്? മാനസി പരേഖിന് കിട്ടി. അപ്പം നടിമാർ രണ്ടുപേരുണ്ട്. ഒന്ന് നിത്യ മേനോനും മറ്റൊന്ന് മാനസി പരേഖും. അടുത്ത പറയാൻ പോകുന്നത് മികച്ച സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ സൂരജ് ബർജാട്ടിയാണ്. ഊഞ്ചായി എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് ബർജാട്ടിക്കാണ് ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഈ വർഷം കിട്ടുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആ വർഷം ഓർത്തു വയ്ക്കുക. അടുത്തത് പ്രത്യേകിച്ച് മലയാളികളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അദ്ദേഹം ആരാണ് എന്നുള്ളത്. മികച്ച സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാൻ. രണ്ടുപേർക്കുണ്ട്. എ.ആർ. റഹ്മാനും അതുപോലെ തന്നെ പ്രീതം ചക്രവർത്തിക്ക് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ചിത്രത്തിലും അതുപോലെ തന്നെ എ.ആർ. റഹ്മാന് കിട്ടിയത് പൊന്നിയിൻ സെൽവം എന്ന് പറയുന്ന ചിത്രത്തിനുമായിരുന്നു. മികച്ച സംഗീത സംവിധായകൻ എന്ന് പറയുന്ന എ.ആർ. റഹ്മാനും അതുപോലെ തന്നെ ആരാണ്? പ്രീതം ചക്രവർത്തിയുമാണ്. മലയാളത്തിൻ്റെ അഭിമാനമെന്ന് പറയാവുന്ന ഒരു ചിത്രം സൗദി വെള്ളയ്ക്കയിലെ ചിത്രത്തിലെ പാട്ടുകൾ പാടിയതിന് ഫീമെയിൽ സിംഗർ അല്ലെങ്കിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ബോംബെ ജയശ്രീക്കാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത്. ചിത്രം സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന ചിത്രത്തിനാണ് ആർക്ക് കിട്ടിയത്? ബോംബെ ജയശ്രീക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ മലയാള ചിത്രമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബോംബെ ജയശ്രീ കൂടെ പറയണം. കാരണം മലയാള ചിത്രത്തിനാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ മലയാള ചിത്രത്തിലെ ഗാനം പാടിയതിനാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ മികച്ച ഗായകനെ കൂടെ നമ്മൾ അറിയണം. മികച്ച ഗായകൻ ആരാണെന്ന് കൂടെ അറിയണം. ദേശീയ പുരസ്കാരം ഈ വർഷം കിട്ടിയ മികച്ച ഗായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജിത് സിംഗ് ആണ്. മികച്ച ഗായകൻ എന്ന് പറയുന്നത് അർജിത് സിംഗ് ആണ്. അപ്പോൾ അർജിത് സിംഗിനെ എന്തുകൊണ്ട് മലയാളികൾ ഓർക്കണമെന്ന് പറഞ്ഞാൽ മലയാള സിനിമയെക്കുറിച്ചിട്ടും മലയാള ഗാനശാഖകളെക്കുറിച്ചിട്ടും വളരെയധികം പോസിറ്റീവായിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? അർജിത് സിംഗ് എന്ന് പറയുന്നത്. അർജിത് സിംഗ് വളരെയധികം മലയാളത്തിലെ അല്ലെങ്കിൽ മലയാള ഗാനങ്ങൾ അത്രത്തോളം പോസിറ്റീവ്നെസ് തരുന്നതാണ്. വളരെ കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുള്ള ഒരു ഭാഷയാണ് മലയാളം എന്നൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂവിന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. അർജിത് സിംഗ് ആണ്. അർജിത് സിംഗിന് കിട്ടിയത് ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന ചിത്രത്തിനാണ് അർജിത് സിംഗിന് കിട്ടിയത്. മികച്ച ബാലതാരവും മലയാളിയാണ്.
മികച്ച ബാലതാരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീപദാണ്. 2022 ഒരുപാട് മലയാളികളുടെ ഈ കാന്താര പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ചയാക്കിയതും ഒരുപാട് റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചർച്ചയാക്കിയതുമായൊരു ചിത്രമാണ് ഈ മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രം. മാളികപ്പുറം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീപദിനെ എന്ത് കിട്ടി? മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ ദേശീയ പുരസ്കാരം 70ാമത് ദേശീയ പുരസ്കാരത്തിൽ ബാലതാരം മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? ശ്രീപദിനെയായിരുന്നു. ശ്രീപദിന് കിട്ടിയ ചിത്രം മാളികപ്പുറം. യെസ്. അടുത്ത പറയാവുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മികച്ച മലയാള ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ്. മികച്ച മലയാള ചലച്ചിത്രം ഓരോ ഭാഷയുടെ ഓരോ റീജിയണൽ ലാംഗ്വേജും അനുസരിച്ചിട്ട് മികച്ച ചിത്രത്തിന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത് സൗദി വെള്ളയ്ക്കയാണ്. സൗദി വെള്ളയ്ക്കയാണ് മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. സൗദി വെള്ളയ്ക്കയാണ് മികച്ച മലയാള ചിത്രം. അപ്പോൾ ഈ വർഷത്തെ ദേശീയ പുരസ്കാരം, അതായത് 70ാമത് ദേശീയ പുരസ്കാരത്തിന് മികച്ച മലയാള ചിത്രത്തിന് അർഹമായ ചിത്രം എന്ന് പറയുന്നത് സൗദി വെള്ളയ്ക്കയാണ്. മികച്ച ഛായാഗ്രാഹകൻ അല്ലെങ്കിൽ മികച്ച ക്യാമറാമാനാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. മികച്ച ക്യാമറാമാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് രവിവർമ്മനെയാണ്. രവിവർമ്മനെ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ചിത്രത്തിനെയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. രവിവർമ്മനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയാളത്തിലും ഒരുപാട് ചിത്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഛായാഗ്രഹണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഒരുപാട് ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ മലയാളമായിരുന്നു. രവിവർമ്മൻ്റെ ചിത്രം അല്ലെങ്കിൽ ക്യാമറാമാൻ എന്നുള്ള രീതിയിലുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആദ്യ കാലഘട്ടത്തിൽ 99 മുതൽ അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിലാണ്. സത്യശിവസുന്ദരം നമുക്കറിയാം, മലയാളത്തിലെ സത്യശിവസുന്ദരം, അതുപോലെ തന്നെ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ട്. ശാന്തം, ജയരാജൻ്റെ ഫേമസ് ആയ ചിത്രമാണ് ശാന്തം. അങ്ങനെയുള്ള ചിത്രങ്ങളിലെല്ലാം ക്യാമറ ആരായിരുന്നു? രവിവർമ്മനായിരുന്നു. അപ്പോൾ രവിവർമ്മനാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാമറാമാനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ മലയാളവുമായിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയുമായിട്ടോ അല്ലെങ്കിൽ മലയാളികളുമായിട്ടോ ബന്ധപ്പെടുത്താവുന്ന കുറച്ച് വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022, അതായത് 70ാമത് ദേശീയ പുരസ്കാരം, അതിനെക്കുറിച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇത് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വെറുതെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഓർമ്മ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാനുള്ള കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് ഇപ്പോൾ LD എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. OA വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട്, അതുപോലെ തന്നെ കേരള ബാങ്ക് OA വരുന്നുണ്ട്. ഇതിനൊക്കെ പലപ്പോഴും അവാർഡ് സെക്ഷനിൽ നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ് സിനിമ അവാർഡുകൾ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണ്ടത് മനസ്സിലാക്കി പോവുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് PSC മെൻറ്റർ എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്ത് ഷെയർ ചെയ്യപ്പെടും. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്, സിനിമയെക്കുറിച്ചിട്ട് തന്നെ സ്റ്റേറ്റ് അവാർഡ് ഇനി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കറണ്ടായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അപ്ഡേറ്റ്സ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. KS മെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഗോത ടെസ്റ്റ് സീരീസ് ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആണ്. എഴുതാൻ ഉള്ള അവസരം നിങ്ങൾക്കുണ്ടാവും. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.